ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പിൽമാൻ എഴുതിയ ഇൻ ദി അറ്റിക് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കഥയുടെ രണ്ടാം ഭാഗം പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത് എന്ന് ഒന്ന് ചുരുക്കി നോക്കാം. നമ്മുടെ കഥാകാരൻ സ്പിൽമാൻ ഒരു പിയാനിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യമായ പോളണ്ട് ജർമ്മൻ അധിനിവേശ കാലഘട്ടത്തിൽ നാസി സൈന്യമായ ജർമ്മൻ സൈന്യം പോളിഷുകാരായ ജൂതന്മാരെ പിടികൂടി തടവിലാക്കുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം രക്ഷപ്പെടാനായി പിയാനിസ്റ്റായ സ്പിൽമാൻ താൻ താമസിക്കുന്ന വീടിന്റെ അറ്റിക്കിൽ തട്ടിൻപുറത്ത് ഒളിച്ചു താമസിക്കുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ തട്ടിൻപുറത്തെ ആ റൂമിലേക്ക് ഒരു ജർമ്മൻ പടയാളി കയറി വരികയും അദ്ദേഹത്തെ കാണുകയും ചെയ്യുന്നു. അവർ തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ തന്റെ മുന്നിലിരിക്കുന്ന വ്യക്തി ഒരു പിയാനിസ്റ്റ് ആണെന്ന് ആ ജർമ്മൻ സോൾജർ തിരിച്ചറിയുകയും അയാളെ കൊണ്ട് പിയാനോയിൽ പാട്ട് പാടിക്കുകയും ചെയ്യുന്നു. സാധാരണ ക്രൂരന്മാരും ശത്രുക്കളുമായ ജർമ്മൻ ഇവിടെ ആ ഉദ്യോഗസ്ഥൻ കുറച്ച് ജനറസ് ആയി വളരെ കൈൻഡായി സ്പിൽമാനോട് പെരുമാറുന്നു. അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം നൽകുന്നു. അദ്ദേഹത്തോട് കുറച്ചു കാലം കൂടി ആ തട്ടിൻപുറത്ത് ആ മേലറയിൽ ഒളിച്ചു താമസിക്കാൻ പറയുന്നു. ഇങ്ങനെ ഭക്ഷണം എല്ലാം നൽകിയതിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റോറി നിർത്തിയത്. നമുക്ക് കഥ വീണ്ടും ആരംഭിക്കാം. On December 12th, the officer came for the last time. He brought me a large supply of bread than before and warm eider down. ഒരു ഡിസംബർ 12-ാം തീയതി ആ ജർമ്മൻ ഓഫീസർ അവസാനമായി ഒരിക്കൽ കൂടി വന്നു. ഇത്തവണ അദ്ദേഹം എനിക്ക് ലാർജ് സപ്ലൈ ഓഫ് ബ്രെഡ്, മുൻപത്തേക്കാൾ കൂടുതൽ വലിയ അളവിൽ റൊട്ടി കഴിക്കാൻ കൊണ്ടു തന്നിരുന്നു. അതുമാത്രമല്ല, എനിക്ക് പുതയ്ക്കാൻ പറ്റുന്ന ഒരു എയ്ഡഡ് ഡൗൺ കൊണ്ടുവന്നിരുന്നു. എയ്ഡഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ എ തിക്ക് കവറിംഗ് ഫോർ എ ടോപ്പ് ഓഫ് ദ ബെഡ് ഫിൽഡ് വിത്ത് സോഫ്റ്റ് ഫെദേഴ്സ് എന്നാണ്. രോമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തൂവല് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്ലാങ്കറ്റ് ആണ് എയ്ഡഡ് ഡൗൺ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് പുതച്ച് കിടക്കാൻ പറ്റുന്ന ഒരു എയ്ഡഡ് ഡൗണും കൊണ്ടുവന്നിരുന്നു. ഹി ടോൾഡ് മീ ഹി വാസ് ലീവിംഗ് വാർസോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെന്റ്. ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലോസ് ഹേർട്ട്. ആ ജർമ്മൻ പടയാളി എന്നോട് പറഞ്ഞു അദ്ദേഹം വാൾസോ വിട്ടു പോവുകയാണ് അദ്ദേഹത്തിന്റെ ഡിറ്റാച്ച്മെന്റുമായി. ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ട്രൂപ്പ്, സോൾജിയേഴ്സിന്റെ ട്രൂപ്പിനെയാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയാം. അപ്പൊ അദ്ദേഹം അടങ്ങുന്ന ജർമ്മൻ പട്ടാള സംഘം വാൾസോ വിട്ടു പോവുകയാണ്. ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലോസ് ഹേർട്ട്. ഞാൻ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അഭിലാഷങ്ങൾ അല്ലെ നഷ്ടപ്പെടുത്തേണ്ടതില്ല. തീർച്ചയായും ഈ യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് എന്ന്. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്, ഐ ആസ്ക്ഡ് ആൻഷ്യസ്ലി. ഞാൻ വളരെ ഉത്കണ്ഠയോടുകൂടി ആളോട് ചോദിച്ചു, പക്ഷെ ഈ സ്ട്രീറ്റ് ഫൈറ്റിൽ ഞാൻ എങ്ങനെ അതിജീവിക്കുമെന്ന്. ഇഫ് യു ഹാൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫെർണോ ഫോർ ഓവർ 5 years, he replied, it is obviously God will for us to live. അപ്പോൾ ആ ജർമ്മൻ ഓഫീസർ പറഞ്ഞു, നിങ്ങളും ഞാനും കഴിഞ്ഞ 5 വർഷമായി ഈ ഇൻഫെർണോയിൽ ജീവിച്ചിരിക്കുന്നു എങ്കിൽ, ഈ ഇൻഫെർണോ എന്ന് പറഞ്ഞാൽ നരകത്തിലെ അഗ്നി എന്നുള്ളതാണ്. അപ്പൊ ഈ തീകുണ്ഡത്തിൽ, ഈ നരകാഗ്നിയിൽ കഴിഞ്ഞ 5 വർഷമായി നമ്മൾ ഈ യുദ്ധത്തിനിടയിൽ ജീവിച്ചിരിക്കുന്നു എങ്കിൽ അതിനർത്ഥം എന്താണ്? ഗോഡ്സ് വിൽ ഫോർ us ടു ലീവ്. നമ്മൾ ജീവിച്ചിരിക്കേണ്ടവരാണ് എന്നാണ് ദൈവ തീരുമാനം. ഒരിക്കലും നമ്മൾ മരിക്കുകയില്ല എന്നാണ്. We had already said goodbye. He was about to go when an idea came to me at the last moment. അങ്ങനെ ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞ് പിരിയുന്നതിന് തൊട്ട് മുൻപായി എന്റെ ഉള്ളില് ഒരാശയം ഉണ്ടായി. I had long been breaking my brain for some way showing him my gratitude. ഞാൻ കുറെ സമയമായി അല്ലെങ്കിൽ കുറെ ദിവസങ്ങളായി ഞാൻ എന്റെ തലച്ചോറിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, പുകച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ സഹായിക്കുന്ന ഈ ജർമ്മൻ പടയാളിക്ക് എങ്ങനെ ഒരു നന്ദി അറിയിക്കും, എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കും എന്നുള്ളത്. ലിസൺ, ഐ ടുക്ക് ഹിസ് ഹാൻഡ്, ബിഗാൻ സ്പീക്കിംഗ് അർജന്റ്ലി. ഞാൻ അദ്ദേഹത്തിന്റെ കൈകൾ മുറുകെ പിടിച്ച് തിടുക്കത്തിൽ പറഞ്ഞു, ഐ നെവർ ടോൾഡ് യു മൈ നെയിം.
ഞാൻ ഒരിക്കലും നിങ്ങളോട് എന്റെ പേര് പറഞ്ഞില്ലായിരുന്നു. യു ഡിഡ് നോട്ട് ആസ്ക് മീ. നിങ്ങൾ എന്നോട് ചോദിച്ചതുമില്ല. ബട്ട് ഐ വാണ്ട് യു ടു റിമെമ്പർ ഇറ്റ്. പക്ഷെ നിങ്ങൾ എന്റെ പേര് ഓർത്തിരിക്കണം. ഹൂ നോസ് വാട്ട് മേ ഹാപ്പൻ. ആർക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം. ഇഫ് ഐ സർവൈവ്, ഐ വിൽ സർട്ടൻലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗെയിൻ. നിങ്ങൾക്ക് ഒരുപാട് ദൂരം ഇനി തിരിച്ച് നിങ്ങളുടെ നാട്ടിലെത്താൻ, ജർമ്മനിയിലെത്താൻ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഞാൻ ഈ യുദ്ധത്തെ അതിജീവിച്ച് ഞാൻ ജീവിച്ചിരുന്നാൽ ഐ വിൽ സർട്ടൻലി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗെയിൻ. ഞാൻ വീണ്ടും പോളിഷ് റേഡിയോയിൽ ജോലി ആരംഭിക്കും. ഐ വാസ് ദർ ബിഫോർ ദ വാർ. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഞാൻ റേഡിയോയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇഫ് എനിത്തിങ് ഹാപ്പൻ ടു യു, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു, then anyway remember my name, Spillman, Polish Radio. ഇനി നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പക്ഷേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിച്ചേക്കും. നിങ്ങൾ എന്റെ പേര് ഓർക്കണം. സ്പിൽമാൻ എന്നാണ് എന്റെ പേര്. ഞാൻ പോളിഷ് റേഡിയോയിൽ ജോലി ചെയ്യുന്നു. ഹി സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ. സാധാരണ പുഞ്ചിരിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം എന്നോട് പുഞ്ചിരിച്ചു. വിത്ത് എ ഹാഫ് ഷൈ, ഒരു ചെറിയ നാണത്തോടെ. ആൻഡ് എംബാസ്ഡ്. എംബാസ്ഡ് എന്ന് പറഞ്ഞാൽ അവാക് വേർഡ്, അസ്വസ്ഥതയോടുകൂടി, അൺഈസിനെസ് എന്നൊക്കെ പറയാം. ബട്ട് ഐ ഫെൽറ്റ് ഐ ഹാഡ് ഗിവൻ ഹിം പ്ലഷർ വിത്ത് മൈ നെയ്വ് വിഷ് ടു ഹെൽപ്പ് ഹിം. പക്ഷെ എനിക്ക് തോന്നി ഞാൻ അദ്ദേഹത്തിന് നൽകിയ നെയ്വ് എന്ന് പറഞ്ഞാൽ ഇന്നസെന്റ്, നിഷ്കളങ്കമായ എന്റെ ഈ വിഷിലൂടെ അദ്ദേഹത്തിന് ഇത്തിരി ആശ്വാസം നൽകാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നി. ദ ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റ് കെയിം ടു ദ മിഡിൽ ഓഫ് ദി ഡിസംബർ. അങ്ങനെ ഡിസംബർ മാസത്തിന്റെ മധ്യത്തോട് എത്തിയപ്പോൾ നല്ല ഉറച്ച മഞ്ഞ് പെയ്യാൻ തുടങ്ങി. ക്രിസ്മസ് കെയിം. അങ്ങനെ ക്രിസ്മസ് വന്നു. ദ ന്യൂ ഇയർ 1945, 1945 പുതുവർഷം പിറന്നു. ദ സിക്സ്ത് ക്രിസ്മസ് ആൻഡ് ദ ന്യൂ ഇയർ സെലിബ്രേഷൻ ഓഫ് ദ വാർ. യുദ്ധം തുടങ്ങിയിട്ട് 6ാമത്തെ ക്രിസ്മസും 6ാമത്തെ ന്യൂ ഇയറും ആണ് വരുന്നത്. അതായത് 6 വർഷങ്ങൾ പിന്നിട്ടു. ദ വോസ്റ്റ് ഐ ഹാഡ് നോൺ. എന്നാൽ ഞാൻ അനുഭവിച്ചിൽ വെച്ച് ദ വോസ്റ്റ് ഏറ്റവും മോശമായ അനുഭവങ്ങളായിരുന്നു. ഐ ലേ ഇൻ ദ ഡാർക്ക് ലിസണിങ് ടു ദ സ്റ്റോമി വിൻഡ്. ഞാൻ എന്റെ തട്ടിൻപുറത്ത്, ആ ലോഫ്റ്റില്, അങ്ങനെ ആ ഇരുട്ടത്ത് പുറത്തെ കൊടുങ്കാറ്റിന്റെ ശബ്ദവും കേട്ടുകൊണ്ട് കിടന്നു. ഐ ഹിയർ ദ സ്ക്വീക്കിംഗ് റസ്ലിംഗ് ഓഫ് ദ റാറ്റ്സ് ആൻഡ് മൈസ് റണ്ണിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ അറ്റിക്. തട്ടിൻപുറത്ത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് പലപ്പോഴും എലികളുടെ പരക്കം പാച്ചിലാണ്. അവ സ്ക്യൂക്കിംഗ്, അവ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ശബ്ദം ഞാൻ ഇരുട്ടത്ത് കേട്ടു. ഇൻ മൈ മൈൻഡ് ഐ വെന്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് ദ വാർ. തട്ടിൻപുറത്ത് നിശബ്ദതയിൽ ഞാൻ കിടക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ ക്രിസ്മസ് ദിനങ്ങൾ കടന്നുപോയി. യുദ്ധത്തിന് മുൻപുള്ള ക്രിസ്മസും യുദ്ധത്തിന് ശേഷമുള്ള ക്രിസ്മസ് കാലഘട്ടങ്ങളും. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് ഹോം. മുൻപ് എനിക്ക് വീടുണ്ടായിരുന്നു. പാരന്റ്സ്, 2 സിസ്റ്റേഴ്സ് ആൻഡ് എ ബ്രദർ. രക്ഷിതാക്കൾ ഉണ്ടായിരുന്നു. 2 സഹോദരിമാരും 1 സഹോദരനും ഉണ്ടായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹൗസ് ഫോർ അവർ ഓൺ എനിമോർ. പിന്നീട് യുദ്ധം ആരംഭിച്ചതോടുകൂടി ഞങ്ങൾക്ക് വീടില്ലാതായി. ബട്ട് വി വർ ടുഗെദർ. പക്ഷെ എന്നിട്ടും ഞങ്ങൾ അപ്പോൾ ഒരുമിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത്. ലേറ്റർ ഐ വാസ് എലോൺ. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ തനിച്ചായി എന്റെ കുടുംബത്തിൽ. ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ. പക്ഷേ മറ്റ് പല ആളുകളും എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. ആൻഡ് നൗ ഐ വാസ് ലോൺലിനർ. എന്നാൽ ഇപ്പോൾ ഈ തട്ടിൻപുറത്ത് ഞാൻ ലോൺലിയർ ആണ്, ഏകനാണ്, ആരുമില്ലാതെ. ഐ സപ്പോസ്ഡ് ദാൻ എനിവൺ എൽസ് ഇൻ ദ വേൾഡ് ഐ ഹാഡ് ടു ബി അലോൺ, എൻറ്റയർലി അലോൺ, ഇഫ് ഐ വാണ്ടഡ് ടു ലീവ്. ഒരുപക്ഷെ എന്നെ പോലെ ഞാൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഈ ലോകത്ത്, ഇല്ലേ? പൂർണ്ണമായും ആരുമില്ലാതെ ഞാൻ തനിച്ചാക്കപ്പെട്ടിരിക്കുന്നു. On 14th January, unusual noises in the building and the street outside woke me. ജനുവരി 14 ആ കെട്ടിടത്തിൽ നിന്ന് ഇതുവരെ കേൾക്കാത്ത അസ്വാഭാവികമായ ശബ്ദങ്ങൾ കേട്ട് ഞാൻ ഉണർന്നു. തെരുവിൽ നിന്നും ശബ്ദങ്ങൾ മുഴങ്ങുന്നു. Soldiers ran up and down in the stairs. I heard agitated, nervous voice. പട്ടാളക്കാർ ആ കെട്ടിടത്തിന്റെ കോണിപ്പടികൾ കയറി മുകളിലേക്ക് ഓടി വരുന്നു. ചിലർ താഴോട്ട് ഇറങ്ങിപ്പോകുന്നു. അവരുടെ അജിറ്റേറ്റഡ് എന്ന് പറഞ്ഞ പരിഭ്രാന്തിയോട് കൂടിയിട്ടുള്ള നെർവസ്, ഭയത്തോടു കൂടിയുള്ള ശബ്ദങ്ങൾ ഞാൻ കേട്ടു.
Early in the morning, 15th January, the sounds of artillery from the previously silent front was heard. ജനുവരി 15 അതിരാവിലെ ആർട്ടിലറികളുടെ വലിയ യന്ത്രത്തോക്കുകളുടെ ശബ്ദം കേട്ടു. മുൻപ് നിശബ്ദമായിരുന്ന ആ തെരുവ് മുഴുവൻ യന്ത്രത്തോക്കുകളുടെ ശബ്ദങ്ങൾ മുഴങ്ങി. The ground and walls of the building shook under the constant dull thunder. ആ തെരുവിലെ കെട്ടിടങ്ങളുടെ ചുമരുകളും ഭൂമിയെല്ലാം തുടർച്ചയായിട്ട് കുലുങ്ങിക്കൊണ്ടിരുന്നു, ഇടിമുഴക്കം പോലെ. 3 hours later, heavy artillery fire died down again. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കനത്ത ആ വെടിയൊച്ചകൾ പതുക്കെ നിശബ്ദമായി. ബട്ട് ഐ വാസ് നെർവസ് ആസ് എവർ. പക്ഷേ എനിക്ക് മുൻപത്തേക്കാൾ കൂടുതൽ പേടിയായിരുന്നു. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ നൈറ്റ്. അതുകൊണ്ട് തന്നെ രാത്രിയുടനീളം ഞാൻ ഉറങ്ങിയില്ല. The street fighting would begin at any moment. I would be killed. തെരുവിൽ നടക്കുന്ന യുദ്ധം ഏതൊരു നിമിഷവും വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടേക്കാം. അതിൽ ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. The night passed peacefully. എന്നാൽ ആ രാത്രി ശാന്തമായി കടന്നുപോയി. Around 1 o'clock, I heard the remaining German leaving the building. രാത്രി 1 മണിയോടടുത്തിട്ടുണ്ടാവാം. ആ കെട്ടിടത്തിലുണ്ടായിരുന്ന ബാക്കി ജർമ്മൻ പടയാളികളും ആ കെട്ടിടം വിട്ടു പോകുന്നത് ഞാൻ കേട്ടു. സൈലൻസ് ഫെൽ. പിന്നെ നിശബ്ദത മാത്രം. ഐ കുഡ് നോട്ട് ഈവൻ ഹിയർ സ്റ്റെപ്സ് ഓഫ് ദ ഗാർഡ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. കെട്ടിടത്തിന്റെ പുറത്ത് പട്ടാളക്കാരുടെയോ പോലീസുകാരുടെയോ ബൂട്ടിന്റെ കാലടിയൊച്ചകളൊന്നും കേൾക്കാനില്ല. നോട്ട് അണ്ടിൽ ദ ഏർലി അവേഴ്സ് ഓഫ് ദ നെക്സ്റ്റ് ഡേ വാസ് ദ സൈലൻസ് ബ്രോക്കൺ ബൈ എ ലൗഡ് ആൻഡ് റെസൊനേറ്റ് നോയ്സ്, ദ ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. എന്നാൽ അടുത്ത ദിവസം, ദ ഏർലി അവേഴ്സ് ഓഫ് ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം വളരെ അതിരാവിലെ ആ നിശബ്ദതയെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, നിശബ്ദതയെ ലംഘിച്ചുകൊണ്ട് ഒരു ശബ്ദം, നോയ്സ് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉച്ചത്തിൽ മുഴങ്ങുക എന്നാണ്. ഉച്ചത്തിൽ മുഴങ്ങി കേട്ടു. ദ സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. ഒരു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആ ശബ്ദം തന്നെയാണ്. റേഡിയോ ലൗഡ് സ്പീക്കർ സെറ്റ് അപ്പ് സംവെയർ നിയർ ബൈ, ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെന്റ് ഇൻ പോളിഷ് of the defeat of Germany and liberation of Warsaw. എവിടെ നിന്നോ റേഡിയോ ലൗഡ് സ്പീക്കറുകൾ മുഴങ്ങി കേൾക്കുന്നു. തൊട്ടടുത്ത് എവിടെ നിന്നോ ആണ് ആ റേഡിയോ ലൗഡ് സ്പീക്കറിൽ നിന്ന് ഞാനത് കേട്ടത്. അതിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത അനൗൺസ്മെന്റ്, അതിലൂടെ വിളിച്ചു പറയുന്ന ശബ്ദം ഞാൻ കേട്ടു. അത് ഇപ്രകാരമായിരുന്നു: പോളിഷ് സൈന്യം ജർമ്മനിയെ കീഴടക്കിയിരിക്കുന്നു. ദ ജർമ്മനി ഡിഫീറ്റഡ് ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാൾസോ. വാൾസോ സ്വതന്ത്രമായിരിക്കുന്നു. The German had withdrawn without a fight. ഇനി പോരാട്ടങ്ങളൊന്നുമില്ലാതെ ജർമ്മൻ സൈന്യം വിഡ്രോൺ, പിൻവാങ്ങുകയാണ്. As soon as it began to get light, I prepared feverishly for my first venture out. അങ്ങനെ വളരെ പെട്ടെന്ന് എന്നെ നേരം പുലർന്നു, വെളിച്ചം പരന്നു. ഞാൻ ഫീവറിഷ്ലി, ഭയത്തോടുകൂടി ഞാൻ പുറത്തിറങ്ങാനുള്ള ആദ്യത്തെ വെഞ്ചർ, എന്റെ പരിശ്രമം ആരംഭിച്ചു. My officer had left me a German military overcoat to keep me from the freezing. എന്റെ സുഹൃത്തായ ആ ജർമ്മൻ ഓഫീസർ ഉണ്ടല്ലോ, അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഒരു കോട്ട്, ജർമ്മൻ കോട്ട് എനിക്ക് നൽകിയിരുന്നു. തണുത്ത് ഫ്രീസായി മരവിച്ച് ചത്തുപോവാതിരിക്കാൻ അദ്ദേഹം സഹായിക്കാൻ വേണ്ടി നൽകിയ ജർമ്മൻ പട്ടാളക്കാരുടെ ഒരു കോട്ടായിരുന്നു. I had already put it on. ഞാനത് എന്ത് ചെയ്തു? put on. ഞാനത് ധരിച്ചു. When I suddenly heard the rhythmic footstep of the guard out of the road again. ഞാൻ പുറത്തു നിന്ന് വീണ്ടും ഗാർഡുകളുടെ, പോലീസുകളുടെ താളത്തിലുള്ള കാലച്ച കേട്ടു. അവരെങ്ങനെ മാർച്ച് ചെയ്തു പോകുന്നത്. Had a Soviet or Polish troops withdrawn then? ഞാൻ ചിന്തിച്ചു, സോവിയറ്റ് സൈന്യമാണോ അല്ലെങ്കിൽ പോളിഷ് സൈന്യമാണോ അവർ പിൻവലിക്കുകയാണോ? I sank on my mattress, utterly dejected. ഡിജക്റ്റഡോടുകൂടി, നിരാശയോടുകൂടി ഞാൻ വേഗം എന്റെ മാട്രസ്, എന്റെ കിടക്കയിലേക്ക് മുങ്ങി എന്ന് പറഞ്ഞ കിടക്കയിലേക്ക് മൂടിപ്പൊതച്ചു കിടന്നു. ലേദർ അണ്ടിൽ സംതിങ് ന്യൂ കെയിം ടു മൈ ഇയേഴ്സ്. പുതിയ ഒരു ശബ്ദം എന്റെ ചെവികളിലേക്ക് എത്തുന്നത് വരെ, എനിക്ക് പ്രതീക്ഷ നൽകുന്ന ശബ്ദങ്ങൾ കയറി വരുന്നത് വരെ ഞാൻ പുറത്തിറങ്ങാതെ പുതച്ചു മൂടി കിടന്നു. ദ വോയിസ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ. അപ്പോഴാണ് എനിക്ക് ആ പ്രതീക്ഷകൾ നൽകുന്ന ശബ്ദം എന്റെ ചെവികളിൽ എത്തിയത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം കേൾക്കുന്നു. At all cost, I had to get information. എന്ത് വില നൽകിയാലും എനിക്ക് എന്ത് നൽകാൻ കഴിയും? എനിക്ക് വിവരങ്ങൾ ലഭിക്കാം. ഇത് മാത്രം മതിയായിരുന്നു.
ഞാൻ വലിയ സന്തോഷവാനായി, കാരണം പുറത്തു നിന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം കേൾക്കുന്നു. പുറത്തിറങ്ങാം എന്ന് തോന്നി. ഐ റാൻ ഡൗൺ സ്റ്റേഴ്സ്, പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദ ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. ഞാൻ താഴോട്ട് കോണിപ്പടികൾ ഇറങ്ങി താഴോട്ട് ഇറങ്ങി ഓടി. പുട്ട് മൈ ഹെഡ് ഔട്ട് ദ ഫ്രണ്ട് ഡോർ, ആ കെട്ടിടത്തിന്റെ മുൻവാതിലൂടെ പുറത്തോട്ട് തലയിട്ട് ലുക്ക്ഡ് ഔട്ട്, പുറത്തോട്ട് നോക്കി. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. പുറത്ത് നല്ല ഗ്രേ നരച്ച മൂടൽമഞ്ഞിന്റെ പ്രഭാതമായിരുന്നു. ടു മൈ ലെഫ്റ്റ്, നോ ഫാർ അവേ, സ്റ്റുഡ് എ വുമൻ സോൾജിയർ ഇൻ എ യൂണിഫോം ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ അറ്റ് ദിസ് ഡിസ്റ്റൻസ്. എന്റെ ഇടതുവശത്തായി വളരെ അകലെയല്ലാതെ ഒരു സ്ത്രീ പട്ടാളക്കാരി യൂണിഫോം ധരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, ശരിക്കും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ. എ വുമൻ വിത്ത് ബണ്ടിൽ ഓഫ് ഹെർ ബാക്ക് വാസ് അപ്രോച്ചിങ് ഫ്രം മൈ റൈറ്റ്. വലതുവശത്തിലൂടെ ഒരു സ്ത്രീ പുറത്തൊരു ബണ്ടിൽ, ഒരു ഭാണ്ഡക്കെട്ടുമായി എന്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. വെൻ ഷീ കെയിം ക്ലോസർ ഐ വെഞ്ചേർഡ് ടു സ്പീക്ക് ടു ഹർ. അവൾ വളരെയധികം എന്റെ അടുത്തെത്തിയപ്പോ ഐ വെഞ്ചേർഡ് ടു സ്പീക്ക് ഹർ, ഞാൻ അവളോട് സംസാരിക്കാൻ ഒരു പരിശ്രമം നടത്തി. ഹലോ, എക്സ്ക്യൂസ് മീ, ഐ കാൾഡ് എ മ്യൂട്ടഡ് വോയിസ്. ഞാൻ അടഞ്ഞ ശബ്ദത്തില് അല്ലെങ്കിൽ പതിഞ്ഞ ശബ്ദത്തിൽ ബീക്കണിങ് ഹർ ഓവർ, ബീക്കണിങ് എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക, അവളെ അടുത്തേക്ക് മാടി വിളിക്കുന്ന രീതിയിൽ ഞാൻ അവളെ വിളിച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ. ഷീ സ്റ്റെയർഡ് അറ്റ് മീ, അവൾ എന്നെ തുറിച്ചു നോക്കി. ഡ്രോപ്ഡ് ഹർ ബണ്ടിൽ, അവളുടെ പുറത്തുണ്ടായിരുന്ന ആ ഭാണ്ഡക്കെട്ട് താഴോട്ടിട്ടു. ആൻഡ് ടുക്ക് ടു ഹർ ഹീൽസ് വിത്ത് എ ഷ്രീക്ക് എ ജർമൻ. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ഉറക്കെ അവിടെ നിന്ന് പിറകോട്ട് തിരിഞ്ഞോടിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എ ജർമൻ, ഇതാ ഒരു ജർമ്മൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്. ഇമ്മീഡിയറ്റ്ലി ദ ഗാർഡ് ടേൺഡ് സോ മീ, പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ തിരിഞ്ഞു നോക്കി, അവരെന്നെ കണ്ടു. എയിംഡ് ആൻഡ് ഫയർഡ് ഹെർ മെഷീൻ പിസ്റ്റൾ, ആ പോലീസുകാരന്റെ കയ്യിലുള്ള തോക്ക് എനിക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അയാൾ വെടിവെച്ചു. ദ ബുള്ളറ്റ് ഹിറ്റ് ദ വാൾ, വെടിയുണ്ടകൾ എന്റെ പുറകിലെ ചുമരുകളിൽ തറച്ചു. വിത്തൗട്ട് തിങ്കിങ്, പിന്നീട് ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നില്ല. ഐ റഷ്ഡ് അപ്സ്റ്റെയർസ്, ഞാൻ മുകൾ നിലയിലേക്ക് കുതിച്ചു. ടുക്ക് റെഫ്യൂജി ഇൻ ടു ദാറ്റിക്, മുൻപ് അഭയം കണ്ടെത്തിയ അതേ തട്ടംപുറത്ത് കയറി ഞാൻ വാതിലടച്ചിരുന്നു. ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ഐ സോ ദ ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. കുറച്ച് മിനിറ്റുകൾ കടന്നുപോയപ്പോ ചെറിയ വാതിൽ തുറന്ന് ഞാൻ പുറത്തേക്ക് നോക്കി. ഞാൻ കണ്ടു, ദ ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. ഞാൻ നിൽക്കുന്ന ആ കെട്ടിടം മുഴുവൻ പട്ടാളക്കാരാൽ വളഞ്ഞിരിക്കുന്നു. ഐ ഹിയർഡ് സോൾജിയേഴ്സ് കാളിംഗ് ടു ഈച്ച് അതർ, ദെൻ ദ സൗണ്ട്സ് ഓഫ് ഷോട്ട്സ് ആൻഡ് എക്സ്പ്ലോറിംഗ് ഹാൻഡ് ഗ്രനേഡ്. ഞാൻ കേട്ടു പട്ടാളക്കാർ പരസ്പരം വിളിച്ചു പറയുന്നതും വെടിയൊച്ചകൾ മുഴങ്ങുന്നതും ഹാൻഡ് ഗ്രനേഡുകൾ എറിഞ്ഞ് പൊട്ടുന്നതും ഒക്കെ. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്. ഈ സമയം എന്റെ അവസ്ഥ വളരെ വിചിത്രമായിരുന്നു. ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോലീസ് സോൾജിയേഴ്സ് ഇൻ ലിബറേറ്റ് ഓഫ് വാൾസോ. എനിക്ക് തോന്നി വാൾസോ സ്വതന്ത്രമായ ഈ നിമിഷത്തിൽ ഞാൻ എന്റെ നാട്ടുകാരായ പോലീസ് പട്ടാളക്കാരാൽ വെടിവെച്ച് കൊല്ലപ്പെടുമെന്ന്. ദ വെരി വേർജ് ഓഫ് ഫ്രീഡം, എന്റെ നാട് സ്വാതന്ത്ര്യം നേടിയ ആ സ്വാതന്ത്ര്യത്തിന്റെ വേർജ്, വേർജ് എന്ന് പറയുന്നത് ബ്രിങ്ക്, അറ്റം എന്നാണ്, വക്ക് എന്നാണ്. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിന്റെ ആ വക്കിൽ നിൽക്കുമ്പോൾ, അറ്റത്ത് നിൽക്കുമ്പോൾ സ്വന്തം നാട്ടിലെ സ്വന്തം പടയാളികളാൽ വെടിയേറ്റ് കൊല്ലപ്പെടും എന്ന് എനിക്ക് തോന്നി. Feverishly, I began to wonder how could make them realize that I was a Polish. ഞാൻ ഭയത്തോടെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എങ്ങനെ അവരെ റിയലൈസ് ചെയ്യാം, എങ്ങനെ അവരെ ബോധ്യപ്പെടുത്താം ഞാനൊരു പോളിഷുകാരനാണെന്ന്. ബിഫോർ ദേ ഡിസ്പാച്ച്ഡ് മീ ദ നെക്സ്റ്റ് വേൾഡ് ഓഫ് ജർമ്മൻ ഇൻ ഹൈഡിങ്, അല്ലെ, ഒളിച്ചിരിക്കുന്ന ജർമ്മൻകാരനെ മറ്റൊരു ലോകത്തേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ്, എന്ന് പറഞ്ഞാൽ ജർമ്മൻകാരനാണെന്ന് ഞാൻ കരുതി, അല്ലെ, എന്നെ അവര് വെടിവെച്ച് മറ്റൊരു ലോകത്തേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് എങ്ങനെ ഞാനൊരു പോളിഷുകാരനാണെന്ന് അവരെ ബോധ്യപ്പെടുത്താം. ഐ ബിഗാൻ കമ്മിങ് ഡൗൺ ദ സ്റ്റെയർസ് ഷൗട്ടിങ് ആസ് ലൗഡ് ഐ കുഡ്. ഞാൻ വേഗം താഴോട്ട് കോണിപ്പടികൾ ഇറങ്ങുമ്പോ എനിക്ക് കഴിയുന്ന അത്രയും ഉച്ചത്തിൽ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഡോൺ ഷൂട്ട്, ഐ ആം പോളിഷ്. ഞാൻ ഒരു പോളിഷുകാരനാണ്, വെടിവെക്കല്ലേ എന്ന് വിളിച്ചു പറഞ്ഞു. വെരി സൂൺ ഐ ഹിയർഡ് സ്വിഫ്റ്റ് ഫുട് സ്റ്റെപ്പ് ക്ലൈംബിംഗ് ദ സ്റ്റെയർസ്. വളരെ പെട്ടെന്ന് തന്നെ അതിവേഗത്തില് കാലടി ഒച്ചകള് ആ കോണിപ്പടികൾ കയറി മുകളിലോട്ട് വരുന്നത് ഞാൻ കേട്ടു. ദ ഫിഗർ ഓഫ് എ യങ് ഓഫീസർ, പോളിഷ് യൂണിഫോം, പോളിഷ് പട്ടാള യൂണിഫോം ധരിച്ച ഒരു യുവാവായ ഓഫീസർ ആയിരുന്നു. വിത്ത് ഈഗിൾ ഓഫ് ഹിസ് ക്യാപ്, അദ്ദേഹത്തിന്റെ തൊപ്പിയിൽ ഒരു പരുന്തിന്റെ ചിഹ്നം ഉണ്ടായിരുന്നു. കെയിം ഇൻ ടു വ്യൂ, അയാൾ എന്റെ മുന്നിലേക്ക് വന്നു. ഹി പോയിന്റഡ് എ പിസ്റ്റൾ അറ്റ് മീ ആൻഡ് ഷൗട്ടഡ് ഹാൻഡ്സ് അപ്പ്.
എനിക്ക് നേരെ ആ കൈത്തോക്ക് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം എന്നോട് ഹാൻഡ്സ് അപ്പ് പറഞ്ഞു, കൈ ഒന്നിക്കാൻ പറഞ്ഞു. ഐ റിപ്പീറ്റഡ് മൈ ക്രൈ ഓഫ്. ഞാൻ അപ്പോഴും ഉറക്കെ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്. വെടിവെക്കല്ലേ, ഞാനൊരു പോളിഷുകാരനാണ്. ദ ലെഫ്റ്റനന്റ് വെന്റ് റെഡ് ആൻഡ് ഫ്യൂറി. ആ സമയം ആ ലെഫ്റ്റനന്റ് ആയിട്ടുള്ള ആ പട്ടാളക്കാരൻ ചുവന്നു തുടുത്തു. വിത്ത് ഫ്യൂരി, ഫ്യൂരി എന്ന് പറഞ്ഞാൽ ദേഷ്യം, ആംഗ്രി, ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്ത് അയാൾ പറഞ്ഞു, ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ? പിന്നെ എന്തുകൊണ്ട്, നിങ്ങളൊരു പോലീസുകാരനാണെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നില്ല? ഹി റോഡ്. അയാൾ അലറി. അല്ലെ, നേരത്തെ കണ്ടപ്പോ ഓടിക്കേറി ഒളിച്ചിരിക്കുകയല്ലേ, പോലീസുകാരനാണെങ്കിൽ ഇറങ്ങി വരണ്ടേ? ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ ജർമ്മൻ കോട്ട്? അല്ല, നീ എന്താണ് ഈ ജർമ്മൻ കോട്ട് ധരിച്ചു നിൽക്കുന്നത്? ഇപ്പൊ തന്നെ വെടിവെച്ചു കൊന്നിരുന്നു, ജർമ്മനാന്ന് വിചാരിച്ചിട്ട്. Only when the soldiers had taken closer look at me, revived situation, did they really believe I was not a German. അങ്ങനെ അതിനുശേഷം പട്ടാളക്കാർ എന്റെ അടുത്ത് വന്ന് നോക്കുകയും എന്നെ വിലയിരുത്തുകയും ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുകയും ഞാനൊരു ജർമ്മൻ അല്ല തിരിച്ചറിയുകയൊക്കെ ചെയ്തു. ആൻഡ് ദെൻ ദേ ഡിസൈഡഡ് ടു ടേക്ക് മീ. അതിനുശേഷം അവർ തീരുമാനിച്ചു ടു ദെയർ ഹെഡ്ക്വാർട്ടേഴ്സ് സോ ദാറ്റ് ഐ കുഡ് വാഷ് ആൻഡ് ഹാവ് എ മീൽ. എന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും എനിക്ക് കുളിക്കാനുള്ള സൗകര്യം നൽകാനും ആൻഡ് ഹാവ് മീൽ, എനിക്ക് ഭക്ഷണം നൽകുകയൊക്കെ ചെയ്തു. ആഫ്റ്റർ 2 weeks, വെൽ കെയർഡ് ബൈ ദ മിലിറ്ററി. 2 ആഴ്ചകൾക്ക് ശേഷം പട്ടാളക്കാരുടെ നല്ല പരിചരണം ലഭിച്ചതിന് ശേഷം ഐ വാക്ക്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് ദ വാൾസോ വിത്തൗട്ട് ഫിയർ. ഞാൻ വാൾസോ നഗരത്തിലൂടെ സ്വതന്ത്രനായിക്കൊണ്ട് യാതൊരു ഭയവുമില്ലാതെ ആ തെരുവിലൂടെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ആസ് എ ഫ്രീ മാൻ, ഞാൻ സ്വതന്ത്രനായ മനുഷ്യനായി ഫോർ ദ ഫസ്റ്റ് ടൈം ആൾമോസ്റ്റ് 6 years. 6 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഞാനൊരു സ്വതന്ത്രനായ മനുഷ്യനെ പോലെ വാൾസോയിലെ തെരുവിലൂടെ ഇറങ്ങി നടന്നു. ഐ ലുക്ക്ഡ് ഓവർ ദ നോർത്ത് ഓഫ് ദ സിറ്റി. നഗരത്തിന്റെ നോർത്ത് ഭാഗത്തിലേക്ക് ഞാൻ നോക്കി. വേർ ദ ഗെറ്റോ ഹാഡ് ബീൻ. അവിടെ വലിയൊരു ഗെറ്റോ, ഒരു ചേരി, ഒരു കോളനി ഉണ്ടായിരുന്നു. വേർ 500,000 Jews had been murdered. അവിടെ ഉണ്ടായിരുന്ന 1,00,000-ഓളം ജൂതന്മാരായ മനുഷ്യര് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. There was nothing left of it. ഇപ്പോൾ അവിടെ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. Tomorrow I must begin a new life. നാളെ ഞാനൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. With nothing but death behind me. ഒന്നും എന്റെ കയ്യിൽ അവശേഷിക്കുന്നില്ല, മരണമല്ലാതെ ഒന്നും എന്റെ പിറകിലില്ല. ഐ വെന്റ് ഓൺ മൈ വേ. ഞാൻ എന്റെ വഴിയിലൂടെ, ആ തെരുവിലൂടെ നടന്നു നീങ്ങി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇൻ ദി ആറ്റിക് എന്ന് പറയുന്ന ഈ ഷോർട്ട് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. പാഠഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോ ലെസണിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. കൂടുതൽ വർക്ക് അതുപോലെ PDF നോട്ട്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ SSLC വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് PDF നോട്ട്സ് ഒക്കെ ലഭ്യമാവുന്നതാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.